ബലാത്സംഗ കേസിൽ റാപ്പർ വേടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് അറസ്റ്റ്. മുൻകൂർ ജാമ്യമുള്ളതിനാൽ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം വിട്ടയക്കും. നിതിൻ സേവ്യർ കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങളുമായി ചേർന്നു. നിതിൻ, ഏത് കേസിലാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? അതിന്റെ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? യുവ ഡോക്ടർ നൽകിയ പരാതിയിൽ തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിലാണ് ഇപ്പോൾ റാപ്പർ വേടന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ ACPയുടെ നേതൃത്വത്തിൽ വേടനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യപരിശോധനയ്ക്കായി ആലുവയിലെ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. നേരത്തെ ഇന്നലെയും കഴിഞ്ഞ ദിവസം 6 മണിക്കൂറിലേറെ വേടനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. നേരത്തെ യുവ ഡോക്ടർ നൽകിയ പരാതിയിൽ 2021 മുതൽ 2023 വരെയുള്ള കാലഘട്ടത്തിൽ കോഴിക്കോടും കൊച്ചിയിലും എത്തിച്ച് പീഡിപ്പിച്ചു എന്നാണ് യുവ ഡോക്ടർ നൽകിയിരിക്കുന്ന പരാതി. ഒപ്പം തന്നെ പാട്ടിറക്കാൻ എന്ന പേരിൽ 30,000 രൂപയും തന്നെ നിന്ന് വാങ്ങിയെന്ന് പരാതിയിലുണ്ട്. ഏതായാലും ഈ പരാതിക്കാരിയുമായുള്ള വാട്സപ്പ് ചാറ്റുകളും സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. നേരത്തെ ഈ കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. വേടന് ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുള്ളതിനാൽ തന്നെ നിലവിൽ വൈദ്യപരിശോധനയ്ക്ക് ശേഷം തിരികെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം 1 ലക്ഷം രൂപ ബോണ്ടിലും 2 ആൾജാമ്യത്തിലും വേടനെ വിട്ടയക്കും. സമാനമായ മറ്റൊരു പരാതി മുഖ്യമന്ത്രിക്ക് 2 വനിതകൾ നൽകിയതിൽ സെൻട്രൽ പോലീസ് എടുത്ത കേസിൽ കഴിഞ്ഞ ദിവസം വേടന് ജാമ്യം ലഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം 3 മാസം എല്ലാ ഞായറാഴ്ചയും പോലീസ് സ്റ്റേഷനിലെത്തി റിപ്പോർട്ട് ചെയ്യും. എല്ലാ ഞായറാഴ്ചയും പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് ആ കേസിൽ കോടതി, എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വേടനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ ഈ കേസിൽ തൃക്കാക്കര പോലീസ് എടുത്തിരിക്കുന്ന കേസിൽ ഇന്നലെ വിശദമായി ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷം ഇന്ന് ACPയുടെ നേതൃത്വത്തിൽ വേടനെ ചോദ്യം ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയിട്ടുള്ളത്. നേരത്തെ തന്നെ ACP രാവിലെ മാധ്യമങ്ങളെ കണ്ടിപ്പോൾ പറഞ്ഞിരുന്നു വേടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തും, നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ജാമ്യം നൽകി വിട്ടയക്കുമെന്ന് പറഞ്ഞിരുന്നു. ഏതായാലും നിലവിൽ വേടനെ വൈദ്യപരിശോധനയ്ക്കായി ആലുവയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ സ്റ്റേഷനിൽ തിരികെ എത്തിച്ച ശേഷം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വിട്ടയക്കും. നിഷാദ്, കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങളാണ് നിതിൻ സേവ്യർ നൽകിയത്. മുൻകൂർ ജാമ്യമുള്ളത് കൊണ്ട് വേടനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ അടയ്ക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് അറസ്റ്റ് രേഖപ്പെടുത്തി ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം വിട്ടയക്കും.